നമസ്കാരം. പ്രതിപക്ഷം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി കടിപിടി കൂടുമ്പോഴും മോദി ഉറച്ച ചുവടോടെ മുന്നോട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പോകുന്നത്. ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരവും ഉയർത്തുന്ന തരത്തിലുള്ള കരാറുകൾക്കും നടപടികൾക്കും അല്ലാതെ ഇന്ത്യ ഒന്നിനും വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് ലോക പോലീസ് ട്രംപിന്റെ വലിയ താരിഫ് ഭീഷണിയെ പോലും അണ്ണുവിട്ട കുലുങ്ങാതെ നിന്ന് നേരിട്ട നരേന്ദ്രമോദിയോട് കോൺഗ്രസിന്റെ പേന കത്തിക്കൊണ്ട് ഒന്നും സാധിക്കില്ല. കരാറിന്റെ അന്തിമ ചർച്ചകൾക്കായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ US സന്ദർശനത്തിന് ഉജ്ജ്വല തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ടെലിഫോൺ ചർച്ചയെ തുടർന്ന് പ്രഖ്യാപിച്ച ചരിത്രപരമായ വ്യാപാര കരാർ ഉടനടി പ്രാബല്യത്തിൽ വന്നു. പുതിയ കരാർ പ്രകാരം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 25% നിന്ന് 18% US കുറച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ US സന്ദർശനം ഇന്ത്യയുടെ വിദേശ നയ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു അധ്യായമായി മാറുകയാണ്. വാഷിംഗ്ടണിൽ തുടക്കമിട്ട ഈ സന്ദർശനം ഇന്ത്യ അമേരിക്ക ബന്ധം വെറും നയതന്ത്ര സൗഹൃദത്തിൽ നിന്ന് മാറി ആഗോള സാമ്പത്തിക ശക്തികളുടെ പങ്കാളിത്തത്തിലേക്ക് ഉയരുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ടെലിഫോൺ ചർച്ചയ്ക്കു ശേഷം പ്രഖ്യാപിക്കപ്പെട്ടതായി പറയപ്പെടുന്ന ചരിത്രപരമായ വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വന്നതോടെ ഈ സന്ദർശനത്തിന് ഉജ്ജ്വല തുടക്കം എന്ന വിശേഷണം പൂർണ്ണമായും ന്യായീകരിക്കപ്പെടും. പുതിയ കരാർ പ്രകാരം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 25% നിന്ന് 18% US കുറച്ചുവെന്ന പ്രഖ്യാപനം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വൻ ഉത്തേജനമാണ് നൽകുന്നത്. വർഷങ്ങളായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നേരിട്ടിരുന്ന ഉയർന്ന തീരുവ തടസ്സങ്ങൾ കുറയുന്നത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുൾപ്പെടെ വലിയ ആശ്വാസമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാകുന്നതോടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഊർജം ലഭിക്കുകയും ചെയ്യും. വാഷിംഗ്ടണിലെത്തിയ ഡോക്ടർ എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ വ്യാപാര ധാരണകൾക്ക് രാഷ്ട്രീയ നയതന്ത്ര പിന്തുണ ഉറപ്പാക്കുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇന്ന് വെറും ഇരു രാജ്യ ബന്ധം മാത്രമല്ല, അത് ഇൻഡോ പസഫിക് മേഖലയുടെ സ്ഥിരതയെയും ആഗോള വ്യാപാര ക്രമത്തെയും സ്വാധീനിക്കുന്ന ഘടകമായി മാറിയിരിക്കുന്നു. സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ പല മേഖലകളിലും സഹകരണം ആഴത്തിലാക്കാനുള്ള ചർച്ചകളാണ് അമേരിക്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ആത്മവിശ്വാസമുള്ള വിദേശ നയത്തിന്റെ ഫലമാണ് ഈ മുന്നേറ്റങ്ങളൊക്കെ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. മുൻപ് ഇന്ത്യ പലപ്പോഴും ആഗോള വേദികളിൽ അനുസരണയുള്ള രാജ്യം എന്ന നിലയിലായിരുന്നു. ഇന്ന് അത് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന രാജ്യം എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. മോദിയുടെ വ്യക്തിപരമായ നയതന്ത്ര ഇടപെടലുകളും ലോക നേതാക്കളുമായുള്ള നേരിട്ടുള്ള ബന്ധങ്ങളും ഇന്ത്യയുടെ താല്പര്യങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ട്രംപുമായുള്ള ടെലിഫോൺ ചർച്ച അതിന്റെ ഉദാഹരണമാണ്. വ്യാപാര കരാർ പോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും വ്യക്തമായ ലക്ഷ്യങ്ങളും ഒക്കെ ആ സംഭാഷണത്തിന്റെ ഫലമായി പുറത്തു വന്നതായി നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടും. അമേരിക്കയിൽ നടക്കാൻ പോകുന്ന തുടർ ചർച്ചകൾ നിർണായകമാണെന്ന വിലയിരുത്തൽ അതിശയോക്തിയല്ല. വ്യാപാര വാണിജ്യ മേഖലയിൽ മാത്രമല്ല, ഉയർന്ന സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ നിർമ്മാണം, പ്രതിരോധ സഹകരണം തുടങ്ങിയ മേഖലകളിലും ഇന്ത്യക്ക് വൻ കുതിച്ചുചാട്ടം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മേഖലകളിൽ അമേരിക്കൻ നിക്ഷേപവും സാങ്കേതിക കൈമാറ്റവും ഇന്ത്യയിലെ വളർച്ചയ്ക്ക് നിർണായക ഘടകങ്ങളാണ്. അതോടൊപ്പം ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാകുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് കൂടുതൽ ബലവും നൽകും. ബഹുദ്രവ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ശബ്ദം നിർണായകമായി മാറുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ജയശങ്കറിന്റെ സന്ദർശനം ഒരു വ്യക്തിഗത നയതന്ത്ര യാത്രയല്ല, അത് മോദി സർക്കാരിന്റെ ദീർഘകാല ദർശനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയെ സാമ്പത്തികമായി ശക്തവും നയതന്ത്രമായി സ്വാധീനശാലിയുമായ ഒരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ തുടർച്ച. ചുരുക്കത്തിൽ ഈ US സന്ദർശനവും അതോടനുബന്ധിച്ച പ്രഖ്യാപനങ്ങളും ഇന്ത്യക്ക് മുന്നിലുള്ള സാധ്യതകളുടെ വാതിൽ തുറക്കുകയാണ്. വ്യാപാര രംഗത്ത് പുതിയ അവസരങ്ങൾ, നിക്ഷേപ വർധന, തൊഴിൽ സൃഷ്ടി, ആഗോളതലത്തിൽ ശക്തമായ സാന്നിധ്യം, ഇവയെല്ലാം മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കാനിരിക്കുന്ന നേട്ടങ്ങളാണ്. ഈ യാത്രയുടെ അന്തിമ ഫലങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കുമെങ്കിലും തുടക്കം തന്നെ ഇന്ത്യക്ക് അനുകൂലമായ ദിശയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല.